ഇറാനിന്റെ 600ഓളം കോടി രൂപ വില വരുന്ന കപ്പലിനെ അമേരിക്കയുടെ ഒരു മുങ്ങിക്കപ്പൽ തകർത്തു എന്നുള്ളൊരു വാർത്തയെല്ലാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് മിക്കവർക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കപ്പലിനെ ഇല്ലാണ്ടാക്കാൻ അമേരിക്ക ഉപയോഗിച്ച ടോർപിഡോ മിസൈല് ഈ കപ്പലിന്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം എത്ര പേർക്ക് അറിയാം? ടോർപിഡോ മാത്രമല്ല, ഇത്തരം മുങ്ങിക്കപ്പലിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സിസ്റ്റംസ് അടക്കം ഈ ഒരു കപ്പലിൽ അത് സജ്ജമായിരുന്നു. എന്നിട്ടും എന്താണ് ഇവർക്ക് സംഭവിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ മുതൽ എന്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ചോദ്യങ്ങളുടെ പ്രാധാന്യം എന്താന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടാൽ മനസ്സിലാവും. IRIS ഡെന എന്നാണ് ഈ കപ്പലിന്റെ പേര്. ഈ കപ്പലായിക്കോട്ടെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറാനിൽ നിന്ന് തന്നെയാണ്. ഇത് ലൈറ്റ് ഫ്രിഗേറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു കപ്പലാണ്. പക്ഷെ ഇറാൻ ഇതിനെ വിളിക്കുന്നത് ഡിസ്ട്രോയർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ്. 2012 നിർമ്മാണം ആരംഭിക്കുകയും 2015 ഈ കപ്പൽ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നു. പിന്നീട് നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ഒരു ഒഫീഷ്യൽ ഇറാൻ നേവി കപ്പലായിട്ട് മാറുന്നത്. അങ്ങനെ 2022 മുതൽ ഈ കപ്പൽ ഒഫീഷ്യലി ഒരു യുദ്ധ കപ്പലായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഈ കപ്പലിന്റെ പ്രധാന ദൗത്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സർഫസിലുള്ള വാർഫെയർ എല്ലാം കൺട്രോൾ ചെയ്യുക, പട്രോളിംഗ് നടത്തുക, എയർ ഡിഫൻസ് സുരക്ഷിതമാക്കുക, പിന്നെ ആന്റി സബ്മറൈൻ പ്രോട്ടോകോളും ഈ കപ്പലിന്റെ ഒരു ദൗത്യത്തിൽ ഒന്നായിരുന്നു. ആന്റി സബ്മറൈൻ വാർഫെയർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള മുങ്ങിക്കപ്പലുകളെല്ലാം എതിർക്കാനുള്ളതും അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമാണത്. എന്നാൽ ഇതേ മുങ്ങിക്കപ്പൽ തന്നെയാണ് ഈ കപ്പലിനെ ഇല്ലാണ്ടുമാക്കുന്നത്. ഏകദേശം 180ഓളം ആൾക്കാർ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് ഈ കപ്പലിന്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കപ്പൽ ചലിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 4 വലിയ ഡീസൽ എഞ്ചിൻസ് ആണ്. ഓരോ എഞ്ചിനും 5000 ഹോഴ്സ് പവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ടോട്ടലി 20000 ഹോഴ്സ് പവർ ഉള്ള ഒരു കപ്പലായിരുന്നു ഇത്. ഇതിന്റെ മാക്സിമം വേഗത 55-56 km/h ആണ്. അതോടൊപ്പം തന്നെ ഈ കപ്പലിന്റെ അകത്ത് ASR 3D PSA എന്ന് പറയുന്ന റഡാറും ഇതിനകത്തുണ്ട്. ഈ റഡാർ ഉപയോഗിച്ച് മാത്രം 300 km അപ്പുറത്ത് എടുക്കുന്ന ടാർഗറ്റിനെ ഇതിന് കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരേ സമയത്ത് 40ഓളം ടാർഗറ്റ്സിനെ ഇതിന് ടാർഗറ്റ് ചെയ്യാനും പറ്റും. അതിൽ 5 ടാർഗറ്റിനെ എൻഗേജ് ചെയ്യാൻ പറ്റും. അതായത് 5 ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ കപ്പലുകൾ തകർക്കാൻ കഴിയുന്ന മിസൈലുകൾ 4 എണ്ണം ഇതിനകത്തുണ്ട്. 6 ടോർപിഡോ മിസൈൽസും സർഫസ് ടു എയർ മിസൈൽസും 4 എണ്ണം ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹൈലി കേപ്പബിൾ നേവൽ ഗണ്ണും ഇതിനകത്തുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ കപ്പൽ ഫുൾ ആയിട്ട് സജ്ജമാണ്. ഏത് രീതിയിൽ അറ്റാക്ക് വന്നാലും ഈ കപ്പലിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഈ കപ്പലിനകത്ത് തന്നെ ഉണ്ട്. ഇത്ര അധികം സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അമേരിക്കയുടെ മാർക്ക് 48 ടോർപിഡോക്ക് ഈ ഒരു സംഭവത്തെ നിഷ്പ്രയാസം ഇല്ലാണ്ടാക്കാൻ കഴിഞ്ഞത്? അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ എഞ്ചിനീയറിംഗിന്റെ പ്രശ്നമാണ്. അതായത് ഈ കപ്പൽ എന്ന് പറയുന്നത് അത് വെള്ളത്തിന്റെ സർഫസിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു സംഭവമാണ്. നേരെ മറിച്ച് ഈ സബ്മറീൻ, ഈ മുങ്ങിക്കപ്പൽ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ താഴെ കിടക്കുന്ന, വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു സംഭവമാണ്. ഈ മുങ്ങിക്കപ്പല് ഒരു ന്യൂക്ലിയർ പവർഡ് ആയിട്ടുള്ള സബ്മറീൻ ആണ്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ കപ്പലിന്റെ ഇന്ധനം എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവറിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. ഈ സബ്മറൈൻ്റെ അകത്ത് കണ്ടുവരുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കറണ്ട് ഉപയോഗിച്ച് ഇതിലുള്ള ഇലക്ട്രിക് മോട്ടോർ ചലിപ്പിക്കുമ്പോഴാണ് ഈ മുങ്ങിക്കപ്പൽ മുന്നോട്ട് പോകുന്നത്. സാധാരണ ഒരു കാറും ഒരു ഇലക്ട്രിക് കാറും നമ്മൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് വളരെയധികം സൗണ്ട് കുറവായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് സാധാരണ കാറുകളായിക്കോട്ടെ ഒരുപാട് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അതേ ഗുണം തന്നെയാണ് ഇത്തരം ന്യൂക്ലിയർ മുങ്ങിക്കപ്പലുകൾക്കുള്ളത്. ഇത്തരം മുങ്ങിക്കപ്പലുകൾ വളരെയധികം സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ ഡിറ്റക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാരണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ മുങ്ങിക്കപ്പലുകൾക്ക് വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഒരുപാട് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അതിന്റെ അകത്തുള്ള റേഡാർ ഉപയോഗിച്ച് പിടിക്കാൻ പറ്റും. ഇവിടെ ഇറാനിന്റെ കപ്പലിന്റെ റഡാറിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വെറും 300 കിലോമീറ്റേഴ്സ് മാത്രമാണ്. പക്ഷേ ഈ മുങ്ങിക്കപ്പലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 300 ഒന്നല്ല, അതൊരു 1000ന്റെ മുകളിൽ കിലോമീറ്റേഴ്സ് പോകും. കാരണം ഈ മുങ്ങിക്കപ്പൽ ഉപയോഗിക്കുന്നത് സോണാർ ടെക്നോളജിയാണ്. വവ്വാലുകൾ ഇരയെ പിടിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഈ മുങ്ങിക്കപ്പലും ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ കപ്പല് ഈ മുങ്ങിക്കപ്പലിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ കപ്പലിന്റെ 300 കിലോമീറ്റർ റേഡിയസിൽ എവിടെയെങ്കിലും ഇങ്ങനെ വരണം. പക്ഷേ ഈ മുങ്ങിക്കപ്പലിന് ഈ കപ്പലിനെ കണ്ടുപിടിക്കണമെങ്കിൽ 1000 കിലോമീറ്റർ റേഡിയസിൽ ഉണ്ടായാൽ മതി. അതായത് ഈ മുങ്ങിക്കപ്പലാണ് ഈ കപ്പൽ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ആദ്യമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുങ്ങിക്കപ്പലിന് നിഷ്പ്രയാസം ഈ കപ്പലിനെ ഇല്ലാണ്ടാക്കാൻ കഴിയും. അതിനുവേണ്ടി ഇവിടെ അമേരിക്കൻ മുങ്ങിക്കപ്പൽ ഉപയോഗിച്ചിരിക്കുന്നത് മാർക്ക് 48 ടോർപിഡോ എന്ന് പറയുന്ന ഒരു മിസൈലാണ്.
ഇത് വെള്ളത്തിന്റെ അടിയിലൂടെ ഏകദേശം 100 km/h സ്പീഡിലാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഭാരം ഏകദേശം 1.5 ടണ്ണോളം വരും. അതിൽ 300 കിലോ മാത്രം ഇവിടെ പൊട്ടിത്തെറിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? ഈ മിസൈല് ഈ കപ്പലിന്റെ അടുത്തെത്തുമ്പോൾ ഈ കപ്പലിന് ഇങ്ങനെ ഒരു മിസൈല് വരുന്നതായിട്ട് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് ഒരുപാട് സോണാർ, റഡാർ ഒക്കെ ഉണ്ടല്ലോ. ഇറാനിന്റെ കപ്പൽ ഈ ഒരു സംഭവത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേവലം 1 മിനിറ്റിന് താഴെ മാത്രം സമയമാണ് ഈ കപ്പലിന് ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ കപ്പലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം പരിമിതമായിരിക്കും. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്നത് പോലെ ഈ മിസൈല് ഈ കപ്പലിന് നേരെ വന്ന് ഇടിച്ചത് ഇങ്ങനെ പൊട്ടിത്തെറിപ്പിക്കുന്നതൊന്നല്ല. ഈ മിസൈൽ ആവട്ടെ ഈ കപ്പലിനെ താഴെ വന്ന് നിന്നിട്ടാണ്, അവിടെ നിന്നിട്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അതായത് ഈ കപ്പലുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. ഇവിടെ ഈ മിസൈൽ പൊട്ടിത്തെറിക്കുമ്പോൾ അത് വലിയൊരു ബബിൾ പോലെ, ഒരു വലിയൊരു എയർ ബബിൾ പോലത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഇങ്ങനെ ഉണ്ടാവും. ഈ വലിയ എയർ ബബിൾ ഉണ്ടാവുന്നത് ഈ കപ്പലിന് താഴെ ആയതുകൊണ്ടും ഈ എയർ ബബിൾ നേരെ പോയി ഇടിക്കുന്നത് ഈ കപ്പലിന്റെ അടിഭാഗത്തായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ കപ്പലിന്റെ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരുന്നു. അതായത് ഈ എയർ ബബിൾ ഈ കപ്പലിനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്താനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. നിങ്ങളിപ്പോ ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞത് എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം ഈ കപ്പൽ നേരെ തിരിച്ച് താഴെ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അപ്പോ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഈ കപ്പല് നടുക്കേന്ന് ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ടൈറ്റാനിക് ഒക്കെ 2 പീസായിട്ട് പോയില്ലേ, അതായത് ഇതിന്റെ അടിഭാഗത്ത് നിന്ന് പൊട്ടി അത് 2 പീസായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവും. ഈ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ട് കേവലം മിനിറ്റുകൾ കൊണ്ട് മാത്രം ഈ കപ്പൽ മുങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം പറയാണ്ടിരുന്നതാണ്. അതായത് ഈ കപ്പലിന്റെ അകത്തും ഒരു സോണാർ ഉണ്ട്. അതായത് ഈ കപ്പലിന്റെ അടിഭാഗത്ത് വെള്ളത്തിന്റെ അടിയിൽ ഒരു സോണാർ ഉണ്ട്. അപ്പോൾ തിയറിറ്റിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഈ സോണാർ ഉപയോഗിച്ച് ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന, അതായത് 300-ൽ കൂടുതൽ കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്ന ഇത്തരം മുങ്ങിക്കപ്പലുകളെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കണം. അതിന്റെ കാരണം എന്താണ്? അമേരിക്കയുടെ ഈ മുങ്ങിക്കപ്പലിന്റെ അകത്ത് ഈ സോണാർ ഉപയോഗിച്ചിട്ടാണ് ഈ കപ്പലിനെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ കപ്പലിൽ ഒരു സോണാർ ഉണ്ടായിട്ട് പോലും ഈ മുങ്ങിക്കപ്പലിനെ കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്? അതിന്റെ കാരണം വേറെ ഒന്നല്ല, ഈ കപ്പലിൽ ചലിപ്പിക്കുന്നത് 4 പവർഫുൾ ആയിട്ടുള്ളത് വലിയ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ്. ഈ 4 ഡീസൽ എഞ്ചിൻസ് ആയിക്കോട്ടെ വളരെയധികം നോയ്സ് ഉണ്ടാക്കും, വളരെയധികം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സോണാർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ശബ്ദം ഉപയോഗിച്ചിട്ടാണ്, അതായത് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ടാണ് സോണാർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്നതും സൗണ്ട് തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ ഈ സോണാറിന് അതിന്റെ മാക്സിമം പെർഫോമൻസ് എടുക്കാൻ കഴിയില്ല. ഈ ഡീസൽ എഞ്ചിൻ പുറപ്പെടുവിക്കുന്ന ശബ്ദം ഈ സോണാറിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ US-ന്റെ മുങ്ങിക്കപ്പൽ അങ്ങനെയല്ല. ഇത് വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ മുങ്ങിക്കപ്പൽ യാതൊരു ശബ്ദം ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ അകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സോണാറിന് അതിന്റെ ഫുൾ പെർഫോമൻസിൽ വർക്ക് ചെയ്യാനും കഴിയും. അപ്പോ എങ്ങനെയാണ് ഇറാനിലത്തെ ഈ ഒരു കപ്പലിനെ US-ലത്തെ ഈ മുങ്ങിക്കപ്പൽ തകർത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടുമിക്ക മാധ്യമങ്ങളും ഒന്നും പറയാറില്ല. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളും മാത്രമാണ്. അല്ലാണ്ട് ഇതേപോലുള്ള കോർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ഒന്നും അവർ ഒരിക്കലും പറയില്ല. ഈ ലോകം അവസാനമായിട്ട് ടോർപിഡോ മിസൈലുകൾ ഉപയോഗിക്കുന്നത് World War II കാലഘട്ടത്താണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ടോർപിഡോ മിസൈൽ പോലുള്ള ഇത്തരം മിസൈലുകളൊക്കെ വിട്ടൊരു സംഭവത്തെ ആക്രമിച്ചു എന്നൊക്കെ കേൾക്കാൻ കഴിയുന്നത് വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ ലോകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മനുഷ്യരുടെ പരിണാമം എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഒട്ടുമിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് ഒരു 2 പോസിബിലിറ്റീസ് ആണ് ഞാൻ മിക്കപ്പോഴും കൊടുക്കുക. ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ എന്തെങ്കിലും ഒരു ഉൽക്ക വന്ന് വീണിട്ട് നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുന്നതാണ് ഒരു ആദ്യത്തെ പോസിബിലിറ്റി ഞാൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന പോലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ വരുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.